സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 7:23 എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, ഇവിടെ യോഹന്നാന് ഈശോയെക്കുറിച്ച് സംശയം തോന്നുകയാണ്. ഈശോ തന്നെയാണോ വരാനിരിക്കുന്നവനെന്ന്. നമുക്കറിയാം, യോഹന്നാന് മാമോദിസ കൊടുത്തപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നത് കണ്ടു, പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് കണ്ടു. ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന സ്വരം കേട്ടു. അതിനുശേഷം യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന കുഞ്ഞാടെന്നെല്ലാം ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടും പിന്നീട് ഈശോയെക്കുറിച്ച് സംശയം തോന്നുകയാണ്. അതായത് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് സംശയമില്ല പ്രതിസന്ധികൾ. ആത്മീയ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ ദൈവം വഴി നടത്തും. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. അപ്പോൾ ഈ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകും. അതായത് ആത്മീയ അന്ധകാരം എന്നാണ് വിശുദ്ധരെല്ലാം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ വർഷങ്ങളോളം ആത്മീയ അന്ധകാരത്തിലാണ്. പ്രാർത്ഥിച്ച ഉത്തരമില്ല, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല, ആത്മീയ സന്തോഷമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകും. അപ്പോൾ അവിടെ നമുക്ക് കർത്താവിലൂടെ അടിയുറച്ച വിശ്വാസവും വചനവുമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. ഈ അടിയുറച്ച വിശ്വാസം, അതുപോലെ തന്നെ അത്ഭുതങ്ങളും അടയാളം ഈശോ പറയുന്നുണ്ട്. അന്ധന്മാർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പ്രതിസന്ധി സമയങ്ങളിൽ നമ്മൾ കർത്താവ് അത്ഭുതങ്ങളിലൂടെ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. വചനത്തിൽ ആഴപ്പെട്ട് ചെല്ലുന്ന പ്രാർത്ഥന സ്ഥിരമായി ചൊല്ലി ഈ പ്രതിസന്ധി അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ കർത്താവ് നമ്മളെ ഒരു ഉയർപ്പിലേക്ക് നയിക്കും. വേറെ ഒരു അഭിഷേകത്തിലോട്ട്, ഇല്ലെങ്കിൽ ഉയർന്ന പടിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈ പ്രതിസന്ധികൾ ക്ലിഷ്ടമാർക്കെല്ലാം തരുന്നത്. ഈ ഒരു ബോധ്യത്തോടു കൂടി പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.